ഇന്നലെ ഞാനും ഷിൻകായും കൂടി മാർക്കറ്റിൽ പോയി വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. നല്ല പച്ച മുള്ളൻ, ഈ പച്ച അയില എന്നൊക്കെ പറയില്ല, അതേപോലെ നല്ല ഫ്രഷ് മുള്ളനായിരുന്നു കേട്ടോ. ഇന്നലെ കറി വെക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. ഇത് കട്ട് ചെയ്യാൻ കുറച്ച് പാടാണ് കേട്ടോ. കട്ട് ചെയ്യാൻ മാത്രമല്ല, കഴിക്കാനും കുറച്ച് റിസ്ക് ഉള്ള ഒരു ഐറ്റം തന്നെയാണ്. ഭയങ്കര മുള്ളായിരിക്കും കേട്ടോ ഇതിന്. അങ്ങനെ ഇതാ കറി വെക്കാനുള്ളതും പിന്നെ പൊരിക്കാനുള്ളതും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട്. പൊരിക്കാനുള്ളതായിട്ട് ഞാൻ വരട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനിന്ന് തേങ്ങ അരച്ചിട്ടാട്ടോ കറി വെക്കുന്നത്. എപ്പോഴും മുളക് ചാറല്ലേ വെക്കുന്നത്, ഇന്നൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ അരച്ചിട്ടാട്ടോ വെക്കുന്നത്. അപ്പോൾ തേങ്ങയിലോട്ട് ചെറിയ ഉള്ളിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് നല്ല ജീരകവും വേപ്പിലയും കൂടി ഇട്ടിട്ട് മിക്സിയിൽ നല്ല മഷി പോലെ അരച്ചെടുക്കണം കേട്ടോ. കുറച്ച് ഐസുള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല പൂ പോലെ അരഞ്ഞ് കിട്ടും, നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടും. മഞ്ഞൾപ്പൊടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ വേഗം മഞ്ഞൾപ്പൊടിയൊക്കെ ഫില്ല് ചെയ്യുക കേട്ടോ. ഇനി അരപ്പ് തേച്ച് മീനൊന്ന് സൈഡിലോട്ട് മാറ്റി വെക്കണം കേട്ടോ. പൊരിക്കാനുള്ളത് ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാണ്. അങ്ങനെ അതെല്ലാം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് ഞാൻ പിന്നെ കറി വെക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നു. അടുപ്പ് കത്തിച്ചിട്ട് പിന്നെ അരപ്പ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഈ അരപ്പ് ഒന്നും കുറുക്കിയെടുക്കാം കേട്ടോ. ഒരുപാട് വെള്ളമായി പോവുകയും ചെയ്യരുത്, എന്നാലും ഒരുപാട് കട്ടിയും ആവരുത് കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ അരപ്പ് ഇങ്ങനെ നോക്കാം കേട്ടോ, എത്രത്തോളം വെള്ളം വേണമെന്ന് ഇങ്ങനെ ഇളക്കി നോക്കുകയാണ്. അങ്ങനെ കുറച്ച് ലൂസായപ്പോഴത്തേക്കും ഞാനിതാ പച്ചമുളകും തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു കഷ്ണം വാളംപുളിയായിട്ട് ഇട്ട് കൊടുക്കുന്നത്, അത് പിയാനൊന്നും ഇല്ല, അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിയൊക്കെ ഒന്ന് തിളച്ചപ്പോൾ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് കറി ഒന്ന് തിളച്ച് വന്നപ്പോൾ ഞാൻ എന്താ മീൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പുറത്തേക്ക് ഞാൻ മീൻ വറക്കാനും ഇട്ടിട്ടുണ്ട്. എനിക്ക് പറ്റുമെന്ന് പറയാൻ വേണ്ടിയിട്ട് മീൻ ഇളക്കിയപ്പോൾ പൊടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നേ. ഇനിയിപ്പോൾ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സൂക്ഷിക്കണം കേട്ടോ. ഈ മുള്ള് ഇങ്ങനെ തൊണ്ടയിൽ കുടുങ്ങിയാൽ ഭയങ്കര പണിയാണ്. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ പരന്നിട്ടുണ്ടായിരുന്നു, അത് കൈയോടെ അങ്ങോട്ട് കഴുകി വെക്കാം കേട്ടോ. ഈ മീൻ കൂട്ടാൻ ഉണ്ടാക്കി വെച്ച പാത്രങ്ങളൊക്കെയാണ്. പിന്നെ നമുക്ക് ഒരു ചെറിയ പണിയും കൂടെ ഉണ്ട്. മീൻ കറിയിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി വറക്കണല്ല, വെളിച്ചെണ്ണയിൽ ഒന്ന് മൂപ്പിച്ചിട്ട് കുറച്ച് മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് തട്ടിക്കൊടുക്കാം കേട്ടോ. കഴിഞ്ഞു, നമ്മൾ കറി വെക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ആ മുളക് പൊടി ഇരുന്നത് ഒരു കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇന്നലത്തെ തക്കാളിക്കറിയും പിന്നെ മീൻ പൊരിച്ചതും മീൻ കറിയൊക്കെ കൂട്ടിയിട്ട് ഞാനും അതിനൂസ് നല്ല തൃപ്തിയായിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കുറേ നാളത്തെ കഴിക്കണോണ്ടാണെന്നറിയില്ല, തേങ്ങ അരച്ച കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുഞ്ഞു വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ